ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് മുട്ടത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മുട്ട വെച്ചിട്ട് 2 പേർക്ക് കഴിക്കുന്ന രീതിയിൽ ഒരു സവാള, ഒരു വലിയൊരു സവാള, ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി, ഒരു 2 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി അത്രേ ആവശ്യമുള്ളൂ. കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഉപ്പിട്ട് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടേക്കുക. ഒന്ന് ജസ്റ്റ് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളിയും ഒന്ന് ജസ്റ്റ് വഴണ്ട് വന്നാൽ മതി. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അതിനുശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചതിന് ശേഷം അത് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്യാതെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചേക്കുക. മൂടി വയ്ക്കുമ്പം ആ മുട്ടയിൽ ആ വെള്ളമെല്ലാം കുറച്ച് കട്ടിയായിട്ടിരിക്കും. അതുമാതിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റേ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമാതിരി എന്താ പറയുക കുഴകുഴാന്നായി പോകും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെപ്പറേറ്റായിട്ട് തോരൻ മാതിരി എടുക്കാൻ പറ്റും. അപ്പം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സെർവ് ചെയ്യുക. റൈസും ഈ ഒരേ ഒരു കറിയും ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ ചോറ് കഴിക്കാൻ പറ്റും. കുട്ടികളൊക്കെ മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്ക്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.